മനുഷ്യർക്ക് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. 5 സെൻസസ് ആണുള്ളത്. അതിൻ്റെ അകത്ത് വിഷ്വൽ, ഓഡിറ്ററി, കൈനസ്തെറ്റിക്, ഗസ്റ്റേറ്ററി, ഒൾഫാക്ടറി. ഈ ഇന്ദ്രിയങ്ങളിൽ പഠിക്കാൻ സഹായിക്കുന്ന 3 പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങളാണ്. അതായത് നമ്മുടെ വിഷ്വൽ സെൻസസ്, വിഷ്വൽ പെർസെപ്ഷൻ അല്ലെങ്കിൽ കാഴ്ച, പിന്നെ ഓഡിറ്ററി നമ്മുടെ കേൾവി, പിന്നെ നമ്മൾ കൈനസ്തെറ്റിക് നമ്മുടെ മനസ്സുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ടുള്ളത്. ഈ 3 സെൻസസും വെച്ചാണ് നമുക്ക് ഒരു കുട്ടിക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അതുപോലെ വിഷ്വൽ സെൻസസ് ഡോമിനന്റ്, അതായത് കാഴ്ച കൂടുതൽ സ്ട്രോങ് ആയ കുട്ടികൾ ഒരു കാര്യം കണ്ടായിരിക്കും പഠിക്കുന്നത്. അപ്പം അത്തരം കുട്ടികൾ ടീച്ചേഴ്സ് ബ്ലാക്ക് ബോർഡ് എന്താണ് എഴുതുന്നത് അത് കണ്ട് പഠിക്കുന്നു. അവർക്ക് പടങ്ങളിലൂടെ, അതായത് ഇങ്ങനെ പടങ്ങളിലൂടെയൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം അത്തരം കുട്ടികളാണ് ഈ TV-യിലൂടെയും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ വിഷ്വൽ മീഡിയയിലൂടെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ കേട്ട് കാഴ്ചയിലൂടെ എന്ന് വെച്ചാൽ പടങ്ങൾ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ഇതിലൂടെയാണ് കൂടുതൽ അവർ പഠിക്കുന്നത്. അപ്പം എത്തരം കുട്ടികളുടെ റൂമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരിങ്ങനെ അവരുടെ ഭിത്തിയിലൊക്കെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ഓരോന്ന് ഒട്ടിച്ച് വെച്ചേക്കുന്ന കാണാം. കാരണം അത് നിരന്തരം കാണുമ്പോഴാണ് അവർ കൂടുതൽ പഠിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് വിഷ്വൽ സെൻസസ് ഡോമിനന്റ് ആയിട്ട് കുട്ടികളുടെ രീതി. പിന്നെ കൈനസ്തെറ്റിക്, അതായത് കൈനസ്തെറ്റിക് സെൻസസ് വെച്ച് കൂടുതൽ ഫീലിങ്സ് മനസ്സിലാക്കി ഭാവനയിലൂടെയൊക്കെ പഠിക്കുന്ന കുട്ടികൾ. ഇത്തരം കുട്ടികൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നത് വെച്ചാൽ അവരുടെ ടീച്ചേഴ്സ് അവർ പറഞ്ഞു കൊടുക്കുമ്പം അത് എഴുതിക്കൊണ്ട് അവർ പല ചാർട്ടൊക്കെ പല ഡയഗ്രാംസ് ഒക്കെ വരച്ചുകൊണ്ട് തന്നെയായിരിക്കും അവർ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഇത്തരം കുട്ടികൾ കൂടുതലും എഴുതിക്കൊണ്ടിരിക്കും. അവരിങ്ങനെ ടീച്ചർ പറയുന്നത് ഇങ്ങനെ കേട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന് പഠിക്കും. അവർ പല ബാർ ചാർട്ട്സും പല ഡയഗ്രാംസും അവർ വരച്ച് അങ്ങനെ അവർ ഫീൽ ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. ഇതാണ് കൈനസ്തെറ്റിക് സെൻസ് കൂടുതലുള്ള ഡോമിനന്റ് ആയിട്ടുള്ള കുട്ടികളുടെ പഠന രീതി. പല കുട്ടികൾക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡോമിനന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡോമിനന്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഈ കുട്ടിക്ക് ഏതാണാവോ ഡോമിനന്റ് അതനുസരിച്ചുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അയൽലോകത്തുള്ള കുട്ടി കൂടുതലും ഉറക്ക വായിച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നീ ഉറക്ക വായിച്ച് പഠിക്കണമെന്ന് നമ്മുടെ കുട്ടികൾ നിർബന്ധിച്ചാൽ ചിലപ്പം അത് വിജയിച്ചൊന്നും വരത്തില്ല. കാരണം നമ്മുടെ കുട്ടിക്ക് ഉറക്ക വായിച്ച് പഠിക്കുന്ന കുട്ടികൾ ഓഡിറ്ററി ആണ്. അപ്പോൾ നമ്മുടെ കുട്ടി ഓഡിറ്ററി ആയിരിക്കത്തില്ല, അവർ വിഷ്വൽ ആയിരിക്കും. അപ്പോൾ അവർക്ക് കണ്ടുപിടിക്കാനാണ്. അപ്പം നമ്മുടെ കുട്ടിയുടെ ഏതെന്നാവോ കൂടുതൽ വാസന അല്ലെങ്കിൽ ഏതെന്നാവോ കൂടുതൽ ഡോമിനന്റ് അത് മനസ്സിലാക്കി അതിനെ നമ്മൾ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിത്തത്തിന്റെ എഫിഷ്യൻസി വളരെയധികം കൂടുകയും ചെയ്യും. വളരെ അധികം എഫേർട്ട് ഇല്ലാതെ തന്നെ കൂടുതൽ കുട്ടികൾക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. താങ്ക് യു.